എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിൽ സ്ഥിരജോലി നേടാൻ അവസരം. ഫെഡറൽ ബാങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത്. അതുപോലെ തന്നെ കേരളത്തിലെ 11 ജില്ലകളിലെ ഫെഡറൽ ബാങ്കിന്റെ 44ഓളം ബ്രാഞ്ചുകളിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. ഫെഡറൽ ബാങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കേരളത്തിൽ 11 ജില്ലകളിലാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലെ ഫെഡറൽ ബാങ്കിന്റെ നിരവധി ബ്രാഞ്ചുകളിലാണ് ഈ തസ്തികയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെയെന്ന് വിശദമായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 8 ആണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉദ്യോഗാർത്ഥി 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥി ഡിഗ്രി ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടാവാൻ പാടില്ല എന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്. അതായത് ഉദ്യോഗാർത്ഥികൾ 1/12/2005 1/12/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൂടാതെ ഇനി പറയുന്ന വിഭാഗത്തിന് 5 വർഷം വരെ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിലോ ഓഫീസിലോ താൽക്കാലിക ഓഫീസ് അസിസ്റ്റന്റ്, ബാങ്ക്മാൻ, ഡ്രൈവർ, കെയർടേക്കർ എന്നീ തസ്തികകളിൽ മുമ്പ് സേവനമനുഷ്ഠിച്ചവർക്കും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നവർക്കും SC/ST വിഭാഗത്തിലും പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 1/12/2000 1/12/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അതേ ജില്ലയിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലോ ആയിരിക്കണം അപേക്ഷകന്റെ താമസ സ്ഥലം. കൂടാതെ ഉദ്യോഗാർത്ഥികൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കുറഞ്ഞത് 1 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയിരിക്കണം. ഈ പരിശീലനം പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് പേഴ്സണൽ ഇന്റർവ്യൂവിന് മുമ്പായി ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ 19,500 രൂപ മുതൽ 37,815 രൂപ വരെയാണ്. കൂടാതെ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സും ഉണ്ടായിരിക്കും. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. IBPS നടത്തുന്ന ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നത്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 60 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 4 സബ്ജക്ട്സ് ആണ് ഈ ടെസ്റ്റിന്റെ സിലബസിലുള്ളത്. കമ്പ്യൂട്ടർ നോളജ്, ഇംഗ്ലീഷ്, ലോജിക്കൽ റീസണിംഗ്, മാത്തമാറ്റിക്സ് എന്നിങ്ങനെ 4 സബ്ജക്ട്സ്. 15 മാർക്കിന്റെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സബ്ജക്ട്സിനും ഉണ്ടാവുക. 1 മണിക്കൂറായിരിക്കും എക്സാം ടൈം. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. അതുപോലെ തന്നെ ഈ ടെസ്റ്റിന് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുകയില്ല. 2026 ഫെബ്രുവരി 1 ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തപ്പെടുന്നത്. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കേരളത്തിൽ 5 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ ഉള്ളത്. എറണാകുളം, തൃശൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 5 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത്. ബാങ്ക് എക്സാം, കേരള PSC, SSC തുടങ്ങിയ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ്. ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കരിയർ പേജ് സെലക്ട് ചെയ്ത് എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോയിൻ അവർ ടീംസ് എന്ന ലിങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓഫീസ് അസിസ്റ്റന്റിന്റെ വ്യൂ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം വായിച്ചറിഞ്ഞ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസ് കൂടി ഉദ്യോഗാർത്ഥികൾ അടയ്ക്കേണ്ടതുണ്ട്. SC/ST വിഭാഗത്തിന് 100 രൂപയാണ് അപേക്ഷ ഫീസായി അടയ്ക്കേണ്ടത്. മറ്റുള്ളവർക്ക് 500 രൂപയാണ് അപേക്ഷ ഫീസ്.
ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദവിവരങ്ങളുമെല്ലാം ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ജനുവരി 8-ന് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.